നമസ്കാരം. പുതുവർഷം ആരംഭിച്ചിരിക്കുന്ന സമയമാണ് ഇത്. എന്നാൽ ധനുമാസം അവസാനിക്കുകയാണ്. ജനുവരി 16 അവസാനിക്കുന്നു എന്ന് പറയാം. മകരസംക്രാന്തിയാണ് വരുന്നത്. ഇതിനു മുൻപ് തന്നെ പ്രത്യേകമായ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ജ്യോതിഷപരമായിട്ടാകുന്നു. ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ഇത്. രാജയോഗ തുല്യമായ അല്ലെങ്കിൽ കോടീശ്വരയോഗ തുല്യമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വഴിമാറിപ്പോകുന്ന അവസരം തന്നെയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ സാങ്കല്പികമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഭയങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്ന അവസരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാനും ഭാഗ്യം അനുകൂലിക്കുന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഈ സമയം പ്രധാനമായും ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയങ്ങൾ തന്നെയാണ് അഥവാ ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രധാനമായും ശിവക്ഷേത്രത്തിലും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഇവർക്ക് മേൽക്കൈ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് മാസത്തിന്റെ അവസാന ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. ഏത് വഴിയിലേക്കാണ് തിരിയേണ്ടത് എന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വന്നു ചേരും. ചില അവകാശങ്ങൾ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി ലാഭം നേടിത്തരുന്നതാകുന്നു. പ്രധാനമായും തൊഴിൽപരമായും ബിസിനസ് പരമായും ഇത്തരം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചില എടുത്തുചാട്ടങ്ങൾ നിങ്ങൾക്ക് വിനയായി മാറുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി വന്നു ചേർന്നിരിക്കുന്ന ഈ ശുഭകരമായ സമയത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ മാസം അവസാനത്തോടുകൂടി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഏത് കാര്യവും ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെയും അതേപോലെ പരമശിവനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നിരാശിയാകുന്നു. കന്നിരാശിയുള്ള വ്യക്തികൾക്ക് പ്രധാനമായും ഈ സമയം വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഈ സൗഭാഗ്യങ്ങൾ പല രീതിയിലൂടെയും തടസ്സപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും ഒരു കാര്യം ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായി ബാധിക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും ബിസിനസ് പരമായും അതേപോലെ തന്നെ തൊഴിൽപരമായും നേട്ടങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി നോക്കുന്നവരാണ് എങ്കിൽ
നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുകൂലമായി തീരും. അതിനാൽ ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യം കൂടി അനുകൂലിക്കുന്നതിനാൽ ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിദ്യയിൽ നിങ്ങൾക്ക് ഉയർച്ച നേടാം. ആലസ്യം അകന്ന് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പൊതുവെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കുടുംബത്തിൽ സന്തോഷം, സമാധാനം കൈവരുന്ന ദിവസങ്ങളാണ് മാസത്തിന്റെ അവസാന ദിവസങ്ങളായ ഇനിയുള്ള ദിവസങ്ങൾ. മറ്റൊരു രാശിയായി പറയുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയത്ത് പ്രധാനമായും സംഭവിക്കുന്നത് ധനപരമായ നേട്ടങ്ങളാകുന്നു. സമാധാനം ജീവിതത്തിലേക്ക് കൈവരുകയും അതിനാൽ തന്നെ നേട്ടങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ ധനപരമായും അതേപോലെ തന്നെ പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കും. അസാധ്യമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വളരെ കാലമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന, സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് പരമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒഴിയും. അതേപോലെ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കരാറുകൾ പോലും പുതുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് പണം എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ ആ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനമായും വിദേശത്ത് ജോലി നോക്കുന്നവരാണ് എങ്കിൽ അത്തരം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഈ സമയം കേൾക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്കും ശുഭകരമായ ചില ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ സൗഭാഗ്യം തേടിയെത്തും. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, പരമശിവനെയും ഇഷ്ടദേവതയെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു.